ഇടുക്കിയിലെ ജനവാസ മേഖലയിലടക്കം സ്ഥിരമായി എത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിൽ ആളുകളും വാഹനങ്ങളും ആനയിൽ നിന്ന് നിശ്ചിത ദൂരം പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. ഫോട്ടോ എടുക്കാൻ അടുത്ത് പോകരുത്. നിലവിൽ ആനക്കൂട്ടത്തോടൊപ്പം നെറ്റിക്കുടി സെൻട്രൽ ഭാഗത്താണ് പടയപ്പ ഉള്ളത്. ആനയെ കണ്ടാൽ മൂന്നാർ RRTയെ അറിയിക്കണമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായ പടയപ്പ മദപ്പാടിലാണെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ നെറ്റിക്കുടി സെൻട്രൽ ഭാഗത്താണ് പടയപ്പയുള്ളത്. കാട്ടാനക്കൂട്ടവും സമീപ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണെങ്കിലും ഏതാനും വർഷങ്ങളായി പടയപ്പ ആക്രമണ സ്വഭാവം കാണിക്കാറുണ്ട്. വാഹനങ്ങൾക്ക് നേരെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയുമൊക്കെ ആക്രമണം നടത്താറുണ്ട്. മദപ്പാട് സമയങ്ങളിൽ കൂടുതൽ ആക്രമണകാരിയാകുന്ന ആനകളുടെ സമീപത്തേക്ക് ആളുകൾ പോകരുതെന്നും വാഹനങ്ങൾ പോകരുതെന്നും വനംവകുപ്പ് നിർദ്ദേശിക്കുന്നു. കൃത്യമായ ദൂരം പാലിക്കണം. ഫോട്ടോയും മറ്റുമെടുത്ത് ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട്. മേഖലയിൽ എവിടെയെങ്കിലും വെച്ച് ആനയെ കാണുകയാണെങ്കിൽ വനംവകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.